ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് വളരെ സിമ്പിളായിട്ടൊരു കുഞ്ഞു 4 മണി പലഹാരം ഉണ്ടാക്കാൻ പോകാം കേട്ടോ. എന്താണെന്നല്ലേ, നമുക്ക് പേര് കുറച്ച് വെറൈറ്റി ആണല്ലേ, കേൾക്കാനൊരു രസമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ സാധാരണയുള്ളൊരു സാധനമാണ് പഴം എന്ന് പറയുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് പൂവമ്പഴം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. നമുക്ക് ഞാലിപ്പൂവൻ ഉപയോഗിച്ചും പിന്നെ പാളംകോടൻ ഉപയോഗിച്ചിട്ടൊക്കെ ഇത് ഉണ്ടാക്കാം കേട്ടോ. അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ വീട്ടിൽ സാധാരണ യൂസ് ചെയ്യുന്നത് നമ്മൾ ചോറൊക്കെ വെക്കുന്ന അരി എടുത്ത് നല്ലോണം ഒന്ന് കഴുകിയെടുത്ത് ആ വെള്ളം ഒന്ന് പോകാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടത് നല്ലൊരു ചീഞ്ചട്ടിക്കകത്ത് വെള്ളമൊക്കെ വറ്റി കഴിയുമ്പം നല്ലോണം ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതായത് അരി വറുക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് തന്നെ പരിപാടി. ഞാനൊരു 1/4 ഗ്ലാസ് അരിയാണ് കേട്ടോ ഇതിന് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് നല്ലോണം ഒന്ന് ഇളക്കി, അധികം തീ വേണമെന്നില്ല. അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് കൊടുത്ത് നല്ലോണം അരി ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. ഒരു ബ്രൗൺ കളറാകും വരെ നല്ലോണം ഒന്ന് അരി ഇളക്കിയിട്ട് കൊടുക്കുക. ഇപ്പോൾ അരി നല്ലോണം ഒന്ന് വറുത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. എല്ലാ അരിയും നല്ലോണം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊരു മിക്സിയുടെ ജാറയിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ചേരം തീ ഓഫ് ചെയ്ത് ഒന്ന് ചൂട് കുറയും വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ബാക്കിയുള്ള സാധനങ്ങൾ അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അരി നമ്മൾ ജാറയിലേക്ക് ഇട്ട് അതുപോലെ 2 ഏലക്കായും കൂടി ഇട്ട് പിന്നെ അതുപോലെ നമുക്ക് ശർക്കര വേണമെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് ശർക്കര ചിരണ്ടിയത് ലാസ്റ്റ് ചേർത്താലും മതി. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് നല്ലോണം ഒന്ന് അരി പൊടിച്ചെടുക്കാം കേട്ടോ. നല്ല നൈസായിട്ട് തന്നെ അത് അരി ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അരിയും പിന്നെ നമ്മുടെ ഏലക്കായും ശർക്കരയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പഴം കൂടി ഇതിനകത്തേക്ക് ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തമുക്ക് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ അധികം ടൈമൊന്നും വേണ്ട. വളരെ ഈസി ആയിട്ടുള്ളൊരു 4 മണിക്ക് നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം പറയുക. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.